സാൾട്ടൻ കാപ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ 2024 എഞ്ചിനീയറിംഗിൻ്റെയും ഫാർമസിയുടെയും തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ എൻട്രി 2/9/2024 വൈകിട്ട് 6 മണി വരെയാണ്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ചില റൂമേഴ്സ്, അതായത് എത്ര ഒഴിവുകളുണ്ട് എന്നുള്ളതിനെപ്പറ്റി ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. 164 ഒഴിവുകളുള്ളൂ എന്നാണ് ഇപ്പോൾ ലാസ്റ്റ് പലരും പറയുന്നത് കേട്ടത്. എന്നുള്ള നിലയ്ക്ക് പലരും ഇപ്പോഴും കൊടുക്കണോ വേണ്ടേ എന്നുള്ള ആ ഒരു ചിന്തയിലാണുള്ളത്. എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ചില കോളേജുകളിലെ ടോട്ടൽ ഒഴിവുകൾ എത്രയാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അത് കളക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിലൂടെ കിട്ടുന്ന കോളേജുകളുടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് എത്രത്തോളം ആൾക്കാർക്ക് കിട്ടും എന്നുള്ളതിനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് റാങ്ക് വരെ എന്നുള്ളതിന്. ഇപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണുന്നത് ഏകദേശം സ്റ്റേറ്റ് മെറിറ്റിൽ 14,849 വരെയുള്ള കാൻഡിഡേറ്റ്, സ്റ്റേറ്റ് മെറിറ്റിലാണ് 14,849 വരെയുള്ള കാൻഡിഡേറ്റ് എഞ്ചിനീയറിങ്ങിന് ഗവൺമെൻറ് കോളേജിൽ കിട്ടിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് കോളേജിൽ 14,849 റാങ്കുകാരൻ വരെ കിട്ടിയെന്ന് പറയുന്നത് ചെറിയൊരു നേട്ടമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം കിട്ടും, സ്റ്റേറ്റ് മെറിറ്റിൽ എത്രത്തോളം പോകുന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ പലരും ഒറ്റ കോഴ്സിൻ്റെ പിന്നാലെയാണ് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ CS അല്ലെങ്കിൽ EC. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയാൽ മതി എന്നുള്ളവരാണെങ്കിൽ അവർ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് ഓരോ കോളേജ് മാക്സ് ഏറ്റവും ലാസ്റ്റ് റാങ്ക് എത്രയാണ് ഒരു ഗവൺമെൻറ് കോളേജിൽ കയറിയെന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അലോട്ട്മെൻറ്റിൽ കൊടുക്കുകയാണെങ്കിൽ, അതായത് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഓപ്ഷൻ എൻട്രി നടത്താനും അതേപോലെ ഇപ്പോൾ കൊടുത്തത് ഡിലീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കൊടുത്തത് റീഅറേഞ്ച് ചെയ്യാനും പുതിയതായിട്ട് കൊടുക്കാനും ഒക്കെ ഇപ്പോൾ അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നൊന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്തോളാം. കിട്ടിയില്ല, ഞാൻ അവിടെ കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ള സങ്കടം പിന്നീട് ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിപ്പോൾ റാങ്ക് ലാസ്റ്റ് എത്ര വരെ പോയി, എത്ര റാങ്ക് വരെ ഒരു കോളേജിൽ ഗവൺമെൻറ് സീറ്റിൽ കിട്ടിയത് എത്രാമത്തെ റാങ്ക് വരെ എന്നുള്ളവനാണ്. ഒരു 25,000 റാങ്കുകാരൻ ഒരു പക്ഷേ ഞാൻ അവിടെ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അത് കൊടുത്തില്ല അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥ വരരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് ഇപ്പോൾ ഇതിൽ സെക്കൻഡ് ഇതിൽ ഞാൻ ഒറ്റ നോട്ടത്തിൽ കാണുന്നത് 14,869 റാങ്കുകാരനാണ് ഇതിൽ ലാസ്റ്റ് കയറിയിരിക്കുന്നത്. അപ്പോൾ അത്രയും പേര് സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ കയറിയിട്ടുണ്ട്. സ്റ്റേറ്റ് മെറിറ്റിൽ അത്രയും പേര് കയറിയിട്ടുണ്ട്. ഇനി ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി ഇതിലൊക്കെ ആണെങ്കിൽ അത് 23,862 വരെ പോയിട്ടുണ്ട്. 23,862 റാങ്കുകാരൻ സ്റ്റേറ്റ് മെറിറ്റിൽ ഇതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അതായത് കീം വെച്ച് നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ തന്നെ പഠിക്കാനുള്ള അവസരം സ്റ്റേറ്റ് മെറിറ്റുകാരന് ഇത്രയും ജനറൽ കാറ്റഗറിയിലുള്ള ഇത്രയും റാങ്ക് വന്നവർക്ക് വരെ അവസരം ഇപ്പോൾ ലഭ്യമാണ്. എത്ര സീറ്റ് ഇനി ഇതിൽ ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജിയിൽ എത്ര സീറ്റ് ബാക്കിയുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ആവശ്യമുണ്ടെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ പഠിക്കണം, കുറഞ്ഞ ഫീസ് പഠിക്കണം, ഈ കോഴ്സ് പഠിച്ചാൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പഠിച്ചതിന് ശേഷം അതൊക്കെ അറിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഇനി ഈഴവ കാറ്റഗറിയിൽ 23,020 വരെ ഇപ്പോൾ ഗവൺമെൻറ് കോളേജുകളിൽ ഏതെങ്കിലും ഒരു കോഴ്സിനായിട്ട് ഗവൺമെൻറ് കോളേജിൽ കയറിയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് ഏത് കോഴ്സാണെന്നോ ഏത് കോളേജാണെന്നോ പറയുന്നില്ല. നിങ്ങൾ അത് നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾ എല്ലാ കോഴ്സിനും കൊടുക്കുകയാണെങ്കിൽ എന്നുള്ളത് മാത്രമേ ഞാൻ പറയുള്ളൂ. എല്ലാ കോഴ്സിനും കൊടുക്കുകയാണെങ്കിൽ ഈ റാങ്കിൽ വരുന്ന ഈ റാങ്ക് റേഞ്ചിൽ വരുന്നവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് ഈ കിട്ടിയിരിക്കുന്നത്. തേർഡ് അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് നൽകാൻ മാത്രമാണ് ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈഴവ കാറ്റഗറിയിൽ 23,020 നിലവിൽ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. മുസ്ലിം കാറ്റഗറിയിൽ അത് 20,885 വരെ ഗവൺമെൻറ് കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. 20,885 വരെ. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി ഒക്കെ ആണെങ്കിൽ അത് 30,000 വരെയൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട്. 30,000-ൻ്റെ അടുത്ത് ഇപ്പോൾ തന്നെ പോയിട്ടുണ്ട്.
ഈഴവ കാറ്റഗറി ആണെങ്കിലും അതേപോലെ മുസ്ലിം കാറ്റഗറി ആണെങ്കിലും അത്രയും ലോവസ്റ്റ് റാങ്കുകാരന് പോലും ഗവൺമെൻറ് കോളേജിൽ ഗവൺമെൻറ് സീറ്റിൽ ഗവൺമെൻറ് ഫീസിൽ പഠിക്കാനുള്ള അവസരം ഇപ്പോൾ നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ തന്നെ ലഭ്യമായിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറിയിൽ ഞാൻ പറഞ്ഞു 20,885 മറ്റ് കോർ ബ്രാഞ്ചുകളൊക്കെ നോക്കുമ്പോൾ, അതായത് നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഇത് നോക്കുമ്പോൾ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് SC കാറ്റഗറിയിൽ 52,039 റാങ്ക് കാരൻ വരെ ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ കയറി കഴിഞ്ഞു. 52,039 എന്ന് വെച്ചാൽ SC കാറ്റഗറിയിൽ ആ ഇതിൽ നിങ്ങൾ എല്ലാ കോളേജുകളിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, എല്ലാ കോളേജിലും എല്ലാ ബ്രാഞ്ചും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഏതെങ്കിലും കോളേജിൽ അത് കിട്ടിയിരിക്കുന്നത്. 52,039 റാങ്കുകാരൻ കയറി എന്ന് പറഞ്ഞാൽ 52,039 റാങ്കുകാരൻ ഇപ്പോൾ ഇതിൽ കയറി എന്ന് പറഞ്ഞാൽ ഏകദേശം റാങ്ക് ലിസ്റ്റിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിൻ്റെ അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ആ ഇതിൽ. ഇനിയിപ്പോൾ SC കാറ്റഗറിയിൽ ഒഴിവ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ SC കാറ്റഗറിയിൽ നിന്ന് കൊടുക്കാൻ ആളുണ്ടാവില്ല, ST കാറ്റഗറിക്കോ അല്ലെങ്കിൽ മറ്റേ OEC വിഭാഗത്തിൽപ്പെട്ടവർക്കോ ഒക്കെ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യത വരെ ഇപ്പോൾ നിലവിൽ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കൊടുക്കുന്ന ബ്രാഞ്ചിൽ ഇപ്പോൾ എല്ലാവരും CS എല്ലാവരും EC എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഗവൺമെൻറ് കോളേജ് കിട്ടിയില്ല, എനിക്ക് ഈ റാങ്കിന് കിട്ടിയില്ല എന്നൊക്കെ പറയാൻ നിൽക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നല്ലൊരു കോളേജിൽ നല്ലൊരു ബ്രാഞ്ച് അല്ലെങ്കിൽ അങ്ങനെ അത് മാത്രം കിട്ടിയാലേ പോകുള്ളൂ എന്നാണെങ്കിൽ അതിന് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളാം. CS അല്ലെങ്കിൽ EC മാത്രം കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തോളാം. അത് കിട്ടുമില്ല എന്നുള്ളത് നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ സാധ്യമല്ല എങ്കിൽ പക്ഷേ ഇങ്ങനെ ഏതെങ്കിലും ഗവൺമെൻറ് കോളേജിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഒരു 19% ആൾക്കാരുണ്ട്. അവർക്കാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ഉപകാരപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയും റാങ്ക് താഴേക്ക് പോകുന്നത് കൊണ്ട് ഏത് കോഴ്സിന് കൊടുക്കണം, എവിടെ കൊടുക്കണം എന്നറിയാത്തത് കൊണ്ട് എനിക്കത് കിട്ടിയില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഈ റാങ്കിൻ്റെ, അതായത് മറ്റ് കാറ്റഗറിനെ ഞാൻ പറയാതിരിക്കാൻ കാരണം ഈ ഇതിൽ ഈഴവ അതേപോലെ മുസ്ലിം കാറ്റഗറി ഈ 2 കാറ്റഗറിയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെക്കാൾ ഒരു 10,000 അല്ലെങ്കിൽ 15,000 റാങ്ക് താഴെയുള്ളവർക്ക് മറ്റ് കാറ്റഗറിയിൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് കാറ്റഗറി എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളത് ആരും ഇത് വേണ്ട. ഇതുകൊണ്ടാണ്, അതായത് ഇത്രയും ഈ കാറ്റഗറി തന്നെ, ഈ മെയിൻ കാറ്റഗറി 2 പറഞ്ഞാൽ തന്നെ അടുത്ത സംവരണ കാറ്റഗറിയിലും ബാക്കിയുള്ള സംവരണ കാറ്റഗറിയിലേക്ക് എത്രത്തോളം വരും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അതിന് കണ്ടെത്താൻ സാധിക്കും. എന്തായാലും ഒരു 10,000ൻ്റെ ഡിഫറൻസും മറ്റ് കാറ്റഗറിയായിട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 2/9/2024 വൈകിട്ട് 6 മണി വരെ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. എഞ്ചിനീയറിംഗിൻ്റെ കേസാണ് പറയുന്നത്. B.Pharm കേസ് പലരും ചോദിക്കുന്നുണ്ട്. B.Pharm എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്ത് തരാൻ പറ്റാത്തത്. എഞ്ചിനീയറിംഗ് കോളേജുകളുടെ കേസുകളിൽ ആ ഡീറ്റെയിൽസ് കിട്ടുന്നതുകൊണ്ടാണ് അത് മാത്രമായിട്ട് ഇതിലൂടെ പറയുന്നതും. B.Pharm നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോളേജിൽ അവിടെ വിളിച്ചിട്ട് അവിടെ എന്തെങ്കിലും സീറ്റുകളുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുമെങ്കിൽ എല്ലാവരും പറഞ്ഞു തരണമെന്നില്ല. അതേപോലെ ഇപ്പോൾ സീറ്റുകളുടെ വേക്കൻസി അധികവും കണക്കാക്കിയിട്ടും ഉണ്ടാവില്ല. കാരണം ഇത് കണക്കാക്കേണ്ട യാതൊരു ആവശ്യമില്ല. സീറ്റുകളുടെ വേക്കൻസി എത്രയാണെന്ന് ഇപ്പോൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. സ്പോട്ട് അലോട്ട്മെൻ്റ് ആകുമ്പോഴേക്കും എല്ലാ കോളേജുകളുടെയും ഇത് ചോദിക്കും, എത്ര സീറ്റ് വേക്കൻസി ഉണ്ടെന്നുള്ളതും അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും അത് കാണാൻ സാധിക്കും. ഇപ്പോൾ 3rd അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നതുകൊണ്ട് ഇതിൽ വേക്കൻസി പ്രസിദ്ധീകരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുകൊണ്ടാണ് വെബ്സൈറ്റിൽ ഇല്ലാത്തതും അതേപോലെ ഇതിൽ പ്രസിദ്ധീകരിക്കാത്തതും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടണം എന്നാണ് താല്പര്യമെങ്കിൽ, എന്തെങ്കിലും ഗവൺമെൻറ് കോളേജിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ കിട്ടണം എന്നാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇതനുസരിച്ച് എല്ലാ ഗവൺമെൻറ് കോളേജുകളിലും എല്ലാ ബ്രാഞ്ചുകളിലും കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് തടയാനുള്ള സാധ്യത ഉണ്ട് എന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ഇടരുത്. പേഴ്സണൽ മെസ്സേജിന് ഇപ്പോഴും മറുപടി പറയാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സംബന്ധമായിട്ടുള്ള ടീം ഗ്രൂപ്പിൽ അംഗമാവുക. 400 രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് അംഗത്വം കിട്ടും. ആ പുസ്തകങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജിൽ വേണമെങ്കിൽ അറിയിച്ചു തരാം. വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. നമസ്കാരം.